നമ്മുടെ സാധാരണ എല്ലാ കാര്യങ്ങളും സാധാരണ പോലെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ പരിഗണന കർത്താവിനെ എതിരേൽക്കാനുള്ള ഒരുക്കം എന്നുള്ളതായിരിക്കുകയാണ്. നാളുകൾ കഴിയുന്തോറും ഓരോ ദിവസത്തെയും സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നത് ശ്രദ്ധിച്ചാൽ ആ ക്ലോക്കിൻ്റെ സൂചി എത്രയധികം വേഗത്തിലാണ് ആ സമാപ്തിയോടടുക്കുന്നത് എന്ന് ഉള്ളിലൊരു ആത്മപ്രേരണ ലഭിക്കുന്നവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ നാളുകളിൽ തുടർമാനമായിട്ട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായൊരു കാര്യം, കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് തൻ്റെ ജനം ഒരുക്കം പ്രാപിക്കണം. അതാണ് മുഖ്യ വിഷയം. മറ്റുള്ളതെല്ലാം സെക്കൻഡറിയാണ്. അതെല്ലാം സാധാരണ പോലെ നടക്കട്ടെ. പക്ഷേ ഇന്ന് അവൻ്റെ കാഹളം ധ്വനിച്ചാൽ അവനെ എതിരേൽപ്പാൻ നാം ഒരുക്കമല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആകെത്തുക ഒരു വട്ടപൂജ്യം മാത്രമായിരിക്കുമെന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മാസം നാം ചിന്തിച്ച വിഷയങ്ങളോട് ചേർന്ന് വീണ്ടും ദൈവം സംസാരിച്ചു കൊണ്ടിരുന്ന അതേ വിഷയം കഴിഞ്ഞ മാസം പത്രോസിൻ്റെ പ്രബോധനമാണ് നാം പഠിച്ചത്. അതിനോട് ചേർന്ന് അതേ വിഷയത്തെക്കുറിച്ച് പൗലോസ് പ്രബോധിപ്പിക്കുന്ന മറ്റൊരു വചനഭാഗം ചേർന്ന് പഠിക്കുമ്പോൾ ആ വിഷയം മറന്നു പോകാതിരിക്കുവാനും അത് കുറച്ചുകൂടെ ഗൗരവത്തോടെ എടുക്കുവാനും ഒരുക്കം പ്രാപിക്കുവാനും നമുക്കിടയായിത്തീരും. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 1 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഈ സമയത്ത് വായിക്കാം. അതിനെ ആസ്പദമാക്കി ചില ചിന്തകൾ, തുടർച്ചയായുള്ള ചില ചിന്തകൾ പങ്കുവെക്കാനാണ് താല്പര്യപ്പെടുന്നത്. 1 Thessalonians chapter 5 verses 1-11. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവേൻ. കഴിഞ്ഞ മാസം ഓർപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതായ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രസക്തമായ 1-2 കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കഴിഞ്ഞ മാസം നമ്മൾ ചിന്തിച്ചതിൽ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ 1 പത്രോസ് 3-ാം അധ്യായവും 1 തെസ്സലോനിക്കർ 5-ാം അധ്യായവും വായിക്കുമ്പോൾ, അതുപോലെ മറ്റു പല വചനഭാഗങ്ങളും വായിക്കുമ്പോൾ നമുക്കൊരു വ്യക്തതയ്ക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളാണ് ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്ന്, കർത്താവിൻ്റെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ്, അതും കർത്താവിൻ്റെ പ്രത്യക്ഷത, ദ അപ്പിയറൻസ് ഓഫ് ദ ലോർഡ്, ഇത് രണ്ടും രണ്ടാണ്. അത് വ്യക്തമായി മനസ്സിലാക്കിയാൽ ഈ ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ പൊരുൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസം, അതാണ് കർത്താവിൻ്റെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നാളെന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുന്ന അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കഴിഞ്ഞ മാസം നമ്മൾ ചിന്തിച്ചു. എന്നാൽ 3:3 പറയുന്നത് അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവൻ്റെ അപ്പിയറൻസ്, കർത്താവിൻ്റെ പ്രത്യക്ഷത തൻ്റെ സഭയ്ക്ക് വേണ്ടി, തൻ്റെ കാന്തയ്ക്ക് വേണ്ടി, തനിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു വിശുദ്ധ ഗണത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് പ്രത്യക്ഷത എന്ന് പറയുന്ന വാക്കും കർത്താവിൻ്റെ നാൾ എന്ന് പറയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് തമ്മിൽ ഒരു കാലഘട്ടത്തിൻ്റെ അന്തരമുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ഈ വചനഭാഗങ്ങൾ ഗ്രഹിച്ചാൽ നാം ഒരുക്കം പ്രാപിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രത്യക്ഷത എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച പ്രസക്തമായ വിഷയം. അതിനുശേഷം സംഭവിക്കാൻ പോകുന്നത്
വ്യക്തമായി പത്രോസ് ഓർപ്പിച്ച കാര്യമാണ് ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാൻ പോകുന്ന കർത്താവിൻ്റെ നാൾ. പഴയ നിയമ പ്രവാചകന്മാരും പുതിയ നിയമ എഴുത്തുകാരും കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച്, ഡേ ഓഫ് ദ ലോർഡിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ആ നാശത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം നമ്മൾ പ്രത്യേകം കണ്ട മറ്റൊരു കാര്യം, അവൻ ദീർഘക്ഷമ കാണിക്കുന്നത് പുറത്തുള്ളവരോടല്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കണം എന്ന് വിചാരിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ ദീർഘക്ഷമ പുറത്തുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടിയല്ല, അകത്തുള്ളവരുടെ ഒരുക്കത്തിന് വേണ്ടിയാണ്. അതേ കാര്യമാണ് പത്രോസ് 3:14 കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് ഈ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിച്ചു കൊള്ളണം. അതിന് ദൃഷ്ടാന്തമായി നമ്മൾ കഴിഞ്ഞ മാസം കണ്ട ഒരു കാര്യമാണ്, ദൈവം പണ്ടിതുപോലെ ദീർഘക്ഷമയോടെ കാത്തിരുന്ന ഒരു കാലമുണ്ട്, നോഹയുടെ കാലം. നോഹയുടെ കാലത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പുറത്തുള്ളവരല്ലായിരുന്നു ദൈവത്തിൻ്റെ വിഷയം. 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, പെട്ടകം ഒരുക്കപ്പെടണം. പെട്ടകം ഒരുക്കുന്ന സമയത്ത് 2, പെട്ടകത്തിനകത്ത് കയറാനുള്ളവർ ഒരുക്കപ്പെടണം. ആരാ പെട്ടകത്തിനകത്ത് കയറാനുള്ളത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ വായിക്കണ്ട, നിങ്ങൾ വീട്ടിൽ പോയെടുത്ത് വായിച്ചാൽ മതി. ദൈവം നോഹയോട് സ്പഷ്ടമായിട്ട് പറഞ്ഞു, നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും 8 പേർക്കേ ടിക്കറ്റുള്ളൂ പെട്ടകത്തിൽ കയറാനായിട്ട്. വളരെ ശ്രദ്ധിക്കണം. ആ പെട്ടകത്തിൻ്റെ സൈസൊക്കെ അവിടെയുണ്ട്. കണക്ക് കൂട്ടാൻ അറിയാവുന്നവർ, കണക്ക് പഠിച്ചിട്ടുള്ളവർ, ആ എൻജിനീയറിംഗ് ബേസിക്സൊക്കെ അറിയാവുന്നവർ അതിൻ്റെ നീളവും വീതിയും വ്യാപ്തിയും ഒക്കെ ഒന്ന് കണക്ക് കൂട്ടി ഒരു മനുഷ്യന് നിൽക്കാൻ എത്ര സ്ഥലം വേണം, മൃഗങ്ങൾക്ക് എത്ര സ്ഥലം വേണം, എല്ലാം കണക്ക് കൂട്ടിയാൽ വ്യക്തമായിട്ട് മനസ്സിലാകും അന്നുണ്ടായിരുന്ന ലോകത്തുള്ള മനുഷ്യരെ ഒന്നും കയറ്റാനുള്ള സ്ഥലം ആ പെട്ടകത്തിലില്ല. ആകെ ഈ 8 പേർക്ക് കയറാനുള്ള സ്ഥലമേ അതിനകത്തുള്ളൂ. ശേഷം നോഹയുടെ കസ്റ്റഡിയിലുള്ളതും നോഹ പറഞ്ഞാൽ കേൾക്കുന്നതുമായ അവൻ ഒരുപക്ഷെ മെരുക്കി വളർത്തിയിരിക്കുന്ന മൃഗങ്ങളെയെല്ലാം അതിനകത്ത് കയറ്റുവാൻ, ജീവജാലങ്ങളെ അതിനകത്ത് കയറ്റാനായിട്ട് ദൈവം പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, ആ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നത് ഈ നോഹയുടെ കുടുംബം, ഈ പെട്ടകം ഒരുക്കപ്പെടണം. ഒന്ന്, നോഹയുടെ കുടുംബം ഒരുക്കപ്പെടണം. നോഹ ഒരുക്കപ്പെടുമ്പം ഭാര്യ ഒരുക്കപ്പെടത്തില്ല, ഭാര്യ ഒരുക്കപ്പെടുമ്പം ആൺമക്കൾ ഒരുക്കപ്പെടത്തില്ല, ആൺമക്കൾ ഒരുക്കപ്പെടുമ്പം മരുമക്കൾ ഒരുക്കപ്പെടത്തില്ല. ഇതെല്ലാം കൂടെ ഒരുക്കപ്പെടാൻ ദൈവം പറഞ്ഞു 120 വർഷം തരാം. 120 വർഷത്തിനകത്ത് ഒരുക്കപ്പെട്ട് അകത്ത് കയറിക്കോണം. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നുമായിരിക്കും, ഇനി ഒരുപക്ഷെ ആ കാലത്ത് ആരെങ്കിലും വന്ന് ഞങ്ങൾക്കും കൂടെ രക്ഷ പ്രാപിക്കണം, ഞങ്ങൾക്കും കൂടെ രക്ഷ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ നോഹ എന്ത് മറുപടി പറയുമായിരിക്കും? നോഹ മറുപടി പറയുന്ന ഒറ്റ മറുപടിയേ ഉള്ളൂ. ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണി ചെന്ന് പൗലോസിനോട് ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പൗലോസ് ഒരൊറ്റ മറുപടി പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ നോഹ പറയും ഇതായിരിക്കും നോഹ പറയുന്നത്. നിങ്ങൾ തിരുവഴുത്ത് നന്നായിട്ട് പഠിക്കണം. നമ്മൾ ധരിക്കുന്നത് എല്ലാവരും പെട്ടകത്തിൽ കയറാൻ വിളിച്ചു, വേറെ ആരും വന്നില്ല, നോഹയും മക്കളും കയറി രക്ഷപ്പെട്ടു, അങ്ങനെയൊന്നും അല്ല. നോഹയുടെ കുടുംബം ഒരുക്കപ്പെടാനുള്ള സമയമാണ്. നോഹ പറയും, എൻ്റെ എബ്രായ ലേഖനം 11:7 നമ്മൾ വായിക്കുന്നുണ്ട്, നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്ത്. നോഹ പറയും, ദൈവം എന്നോട് പറഞ്ഞതനുസരിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ പെട്ടകം ഒരുക്കുക. നിങ്ങൾക്ക് രക്ഷപ്പെടണോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി വേഗം ഒരു പെട്ടകം ഉണ്ടാക്കിക്കോ. വേഗത്തിൽ ഒരു പെട്ടകം ഉണ്ടാക്കി നിങ്ങളും രക്ഷപ്പെട്ടോ എന്നേ നോഹ പറയുകയുള്ളൂ. എൻ്റെ പെട്ടകത്തിനകത്തോട്ട് കയറിക്കോ മക്കളെന്ന് പറയാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ അല്ല തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ ഓർത്തുകൊള്ളണം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നത് അവനവനാണ്. രക്ഷ പ്രാപിക്കാനുള്ള ഒരുക്കം പ്രാപിക്കേണ്ട ആ പെട്ടകം സ്നാനത്തിന്, ആ നോഹയുടെ ജലപ്രളയത്തിൽ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. സ്നാനപ്പെട്ടതിൻ്റെ അവനവനാണ്. അവനവൻ സ്നാനപ്പെടുകയും അവനവൻ രക്ഷിക്കപ്പെടുകയും അവനവൻ മാനസാന്തരപ്പെടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ രക്ഷയുടെ പെട്ടകത്തിലേക്ക് കടക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദീർഘക്ഷമ കാണിക്കുന്നത് തൻ്റെ ജനത്തോടാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഈ പശ്ചാത്തലത്തിലാണ് നമുക്ക് തെസലോനിക്ക ലേഖനം, ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മാസം നമ്മൾ ഏകദേശം പഠിച്ച വിഷയമാണ്. അതിനെ തുടർന്ന് നമുക്ക് തെസലോനിക്ക ലേഖനത്തിലേക്ക് വരാം. അതിൻ്റെ 5-ാം അധ്യായം 1-ാം വാക്യം വീണ്ടും വായിക്കാം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. പൗലോസ് ഇവിടെ ഈ കാര്യത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കുകയാണ്. ഈ പ്രബോധനം പഠിക്കുമ്പോൾ നാം പ്രത്യേകം ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ പ്രത്യക്ഷത, കർത്താവിൻ്റെ ദിവസം, ഈ 2 കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഈ 2 കാര്യങ്ങൾ ആർക്ക് വേണ്ടിയൊക്കെയാണെന്നും അതിൽ ദൈവജനം കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കാണ് കാത്തിരിക്കേണ്ടത്,
അവൻ പ്രത്യക്ഷനാകുമ്പോൾ കറയും കളങ്കവും ഇല്ലാത്തവരായി കാണുവാൻ ഉത്സാഹിച്ച് ഒരുക്കം പ്രാപിക്കണം. ഇതാണ് നമ്മുടെ മുഖ്യ ചിന്താവിഷയം. പൗലോസ് ഇവിടെ എഴുതുമ്പോൾ 4-ാം അധ്യായം തൊട്ടുമുകളിൽ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിച്ച് പഠിക്കണം. കർത്താവിൻ്റെ ദ അപ്പിയറൻസ് ഓഫ് ദ ലോർഡ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഒരുക്കം പ്രാപിച്ച് ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവർ രൂപാന്തരം പ്രാപിച്ച് അവരോടൊരുമിച്ച് ആകാശമേഘത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം അപ്പിയറൻസ് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറഞ്ഞിട്ട് 5-ാം അധ്യായത്തിൽ ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദിവസം, പിന്നീട് സംഭവിക്കാൻ പോകുന്ന അവൻ്റെ പ്രത്യക്ഷതയിൽ ഒരു കൂട്ടർ എടുക്കപ്പെടും, ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും, അവർ കർത്താവിനോടുകൂടെ ആയിരിക്കും. അതിനുശേഷം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന 2-ാമത്തെ മുഖ്യമായ സംഭവമാണ് കർത്താവിൻ്റെ ദിവസം. 5-ാം അധ്യായം കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ 2 സംഭവങ്ങൾക്കും ബാധകമായ ഒരു കാര്യമാണ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നത്. 1-ാം വാക്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കും കർത്താവിൻ്റെ ദിവസത്തിനും ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്ന ആ 1-ാം വാക്യം 2നും ബാധകമായിട്ടാണ്. എന്താണെന്നറിയാമോ? കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം ഇല്ല. കാരണം ഈ 2 കാര്യങ്ങൾക്കും കാലങ്ങളും സമയങ്ങളും അന്വേഷിച്ചറിഞ്ഞ് കണ്ടുപിടിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് പറയാനോ അതിനെക്കുറിച്ച് ആലോചിക്കാനോ നമുക്ക് ആവശ്യമില്ല. കാരണം അത് വളരെ സ്പഷ്ടമായിട്ട് ഈ 2 സംഭവങ്ങൾക്കും ബാധകമാണ്. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ആ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. കാലങ്ങൾ, സമയങ്ങൾ, സീസൺസ്, ടൈംസ് ആൻഡ് സീസൺസ്. കാലങ്ങൾ, സമയങ്ങൾ എന്ന പ്രയോഗം അതുപോലെ സമാനമായ വേറൊരു പ്രയോഗമാണ്. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 6 and 7, 6-7 വാക്യങ്ങൾ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ടൈംസ് ആൻഡ് സീസൺസ് എന്ന പ്രയോഗം ആവർത്തിക്കുകയാണ് ഇവിടെ. യേശു പറഞ്ഞ ഒരു പ്രയോഗമാണത്. കാലങ്ങളും സമയങ്ങളും അതൊരു ദീർഘ ഡ്യൂറേഷനുള്ള ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് സീസൺ എന്ന് പറയുന്നത്. ചില മാസങ്ങളോ ചില ദിവസങ്ങളോ അല്ലെങ്കിൽ ചില ആണ്ടുകളോ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സീസൺ. ടൈംസ് ആൻഡ് സീസൺസ് എന്ന് പറയുന്നത് അതാ. ഇവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യം ഇതാണ്: ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് എപ്പോഴാണ്? കർത്താവ് പറഞ്ഞു, അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല, അത് ആരുടെ മാത്രം അധികാരത്തിലുള്ളതാ? പിതാവിൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിരിക്കുന്ന കാര്യമാണ്. പിതാവിൻ്റെ മാത്രം അധികാരത്തിലുള്ള ഒരു കാര്യമാണ്. ദ പവർ കെപ്റ്റ് ഓൺലി ഇൻ ദ പവർ ഓഫ് ദി ഫാദർ. പിതാവിൻ്റെ അധികാരത്തിൽ മാത്രമുള്ള കാര്യം. മറ്റൊരു വാക്യം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36-ഉം 37-ഉം വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 24 36 and 37. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36-ഉം 37-ഉം വാക്യങ്ങൾ. ആ നാളും നാഴികയും സംബന്ധിച്ചോ? ശ്രദ്ധിക്കണം, ഇവിടെ കാലങ്ങളും സമയങ്ങളും എന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് ഡേ ആൻഡ് ദി അവർ, ദിവസവും മണിക്കൂറും. ഒരു സീസൺ എന്ന് പറയുന്നത് ഒരു വലിയ കാലഘട്ടമാണ്, ഒരു വലിയ പീരീഡാണ്. വേനൽക്കാലം അതൊരു നീണ്ട കാലഘട്ടമാണ്, ചില മാസങ്ങൾ നിൽക്കും. മഴക്കാലം അതൊരു നീണ്ട കാലഘട്ടമാണ്. വിൻ്റർ സീസൺ അതൊരു നീണ്ട കാലഘട്ടമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ദിവസവും മണിക്കൂറും, ഡേ ആൻഡ് ദി അവർ എന്ന് പറഞ്ഞാൽ ഏകദേശം സീസൺ അറിയാം, കാലം അറിയാം, സമയം അറിയാം, പക്ഷേ ദിവസവും മണിക്കൂറും കൃത്യമായിട്ട് അറിയത്തില്ല. അതിനെക്കുറിച്ച് കർത്താവ് അവിടെ പറയുന്നത് തൻ്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ ഡേ ആൻഡ് ദി അവർ അതും നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ അറിയാനുള്ളതല്ല. വായിച്ചേ, അത് ആർക്കേ അറിയുള്ളൂ? എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിയത്തില്ല, പുത്രനും പോലും അറിയത്തില്ല, പിതാവിനും മാത്രം. അപ്പോൾ ശ്രദ്ധിക്കണം, സീസൺ കാലഘട്ടം പിതാവിന് മാത്രമേ അറിയുള്ളൂ.
ദൂതന്മാർക്കറിയത്തില്ല, പുത്രനറിയത്തില്ല, സ്വർഗത്തിലെ നോട്ടീസ് ബോർഡിൽ ഒന്നും അത് ഇട്ടിട്ടില്ല. ആരും അവിടുന്ന് കോപ്പി എടുത്തുകൊണ്ട് പകർത്തിയെടുത്ത് ചോർത്തിയെടുക്കാനൊന്നും പറ്റത്തില്ല. പിതാവിൻ്റെ സ്വന്തം അധികാരത്തിൽ മാത്രമുള്ള കാര്യം. എന്നാൽ ഡേ ആൻഡ് ദി അവർ, നാളും നാഴികയും, ഈ രണ്ട് പ്രയോഗങ്ങൾ, അതിൻ്റെ വ്യത്യാസം മനസ്സിലിരുന്നാൽ പൗലോസ് തുടർന്ന് എഴുതുന്ന ആ വാക്യങ്ങളുടെ പൊരുളുകൾ തിരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. തിരുവെഴുത്ത് പഠിക്കുന്നവർ അത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഡേ ആൻഡ് ദി അവർ എന്ന് പറയുന്ന ആ സീസണിനകത്ത്, വേനൽക്കാലത്ത് ഏത് ദിവസത്തിലാണ്, ഏത് മണിക്കൂറിലാണ് അതറിയുകയില്ല. അതും പിതാവിൻ്റെ സീസൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമായിരിക്കും. കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, സീസൺ മനസ്സിലാകും. അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. സീസൺ നിങ്ങൾക്കറിയാം. സീസൺ മനസ്സിലായാലും ദിവസവും മണിക്കൂറും പിതാവിനെ അറിയുള്ളൂ. അത് തൻ്റെ ജനത്തിൻ്റെ ഒരുക്കമാണ്. ദൈവജനമേ, കാലങ്ങളെ വിവേചിക്കുവാൻ, സീസൺസ്, ദൈവത്തിൻ്റെ ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ സീസൺ മനസ്സിലാക്കാൻ ദൈവജനത്തിന് അവകാശമുണ്ട്. ദൈവജനം തിരിച്ചറിവോടെ ഇരിക്കണം. പക്ഷേ നാളും നാഴികയും പറഞ്ഞു കളയരുത്, അതെനിക്ക് നിങ്ങൾക്കും ഉള്ളതല്ല. ഏതാണ്ട് നാം ആ സീസണോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സീസണിൽ നാം ആയിരിക്കുകയാണ്, മറക്കരുത്. എന്നാൽ ജാതികളെ സംബന്ധിച്ച് കർത്താവിൻ്റെ ദിവസം വരാൻ പോകുന്നു. ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാൻ പോകുന്ന സീസൺ പോലും അവർക്കറിയത്തില്ല. അതെന്ന് സംഭവിക്കുന്നു പോലും അവർക്കൊരു തിരിച്ചറിവില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് സീസൺ മനസ്സിലാകും. നാളും നാഴികയുമേ ഉള്ളൂ അവർക്ക് തിരിച്ചറിയാത്തത്. അത് ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോ എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. രാവിലെ 8 മണിക്കാണോ ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണോ എന്നുള്ളതേ ഉള്ളൂ അറിയാനുള്ള വ്യത്യാസം. അത്രമാത്രം നാം ആ സീസണിൽ എത്തിയിരിക്കുന്നു. ആ കാലഘട്ടങ്ങളെ നാം വിവേചിക്കേണ്ടവരാണ്. അത് നാം വളരെ തിരിച്ചറിവോടുകൂടെ ആയിരിക്കണം. അതാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് കാര്യം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ അത് വീണ്ടും കർത്താവ് അതേ കാര്യം മർക്കോസ് എഴുതിയിരിക്കുന്നതും കൂടെ ഒന്ന് വായിച്ച് വേഗത്തിൽ പോകും. ഇതേ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചേ. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അവിടെ സീസൺ വിവേചിക്കാൻ പറയുന്നുണ്ട്. അത്തിയെ നോക്കി സീസൺ മനസ്സിലാക്കിക്കോണം, കാലം മനസ്സിലാക്കിക്കോണം, ടൈംസ് ആൻഡ് സീസൺസ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. പക്ഷേ ഡേ ആൻഡ് ദി അവർ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. അതെപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുകയില്ല. ഇനി അടുത്ത വാക്യം വായിക്കുമ്പോൾ 1 തെസ്സലോനിക്കരിലേക്ക് തിരിച്ചു വരാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, എന്നാൽ ഇത് വിവേചിക്കാൻ കുറച്ചും കൂടെ ഈ പൊരുളുകൾ മനസ്സിലാക്കാൻ നാം തുടർന്ന് എഴുതിയിരിക്കുന്ന വാക്യങ്ങളിലേക്ക് വരാം. 2-ാം വാക്യത്തിലേക്ക് വരാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 2-ാം വാക്യം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. ഇനി വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവമക്കളെ സംബന്ധിച്ച് സീസൺ അറിയാം, പക്ഷേ സമയവും നാളും നാഴികയും അറിയുകയില്ല. ലോകമനുഷ്യനെ സംബന്ധിച്ച് സീസൺ പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. കർത്താവിൻ്റെ ആ നാൾ വരാൻ പോകുന്നു, നാശം സംഭവിക്കാൻ പോകുന്നു, ന്യായവിധി വരാൻ പോകുന്നു. അതിനെക്കുറിച്ച്, ആ കാലഘട്ടത്തെക്കുറിച്ച് പോലും അവർക്കൊരു വിവേചനമില്ല. ഇവിടെ 2 കാര്യങ്ങളാണ്. ഇന്ന് കഴിഞ്ഞ മാസം പത്രോസിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ അവിടെ മനസ്സിലാക്കിയതുപോലെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം ശ്രദ്ധിക്കണം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു. ഈ കള്ളൻ വരുന്നതിനെ കഴിഞ്ഞ മാസവും നമ്മൾ പഠിച്ചു. സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ്, പെട്ടെന്ന് വരും, അപ്രതീക്ഷിതമായിട്ട് വരും. ആ സീസൺ അറിയില്ല. ഏത് സീസണിലാണ് കള്ളൻ വരുന്നതെന്ന് ആർക്കും തിരിച്ചറിയുകയില്ല. ഏത് നാഴികയ്ക്കാണ് വരുന്നതെന്നും അറിയുകയില്ല. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ദൃഷ്ടാന്തവും കൂടെയുണ്ട്. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 8-ാം വാക്യം വായിച്ചേ. മാത്യു ചാപ്റ്റർ 24 ആൻഡ് വേഴ്സ് 8. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഇതൊക്കെ ആ പ്രസവ വേദനയുടെ ആരംഭം, ബർത്ത് പെയിൻസ്, അതിൻ്റെ ആരംഭമാണ്. ആ സീസൺ മനസ്സിലാക്കുമ്പോൾ, ഒരു ഗർഭിണിക്ക് പ്രസവവേദന തുടങ്ങുമ്പോൾ നാട്ടുകാർക്കെല്ലാം അറിയാം, ഗർഭിണിക്കറിയാം, വീട്ടുകാർക്കറിയാം. അവരുടനെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കാരണം സമയമായി. പക്ഷേ നാളറിയേല, നാഴിക അറിയേല, എന്ന് പ്രസവിക്കുമെന്നറിയേല, ഏത് മണിക്കൂറിൽ പ്രസവിക്കുമെന്നറിയേല. പക്ഷെ പ്രസവവേദന തുടങ്ങുമ്പോൾ ഒരു കാര്യം അറിയാം, പ്രസവിക്കാറായി. ഇനി ഒന്നേ സംഭവിക്കാനുള്ളൂ, ഇനി പ്രസവം മാത്രമേ നടക്കാനുള്ളൂ. ദൈവമക്കളെ, നാം ആ കാലഘട്ടത്തിലാണ് വന്നെത്തിയിരിക്കുന്നത്.
രാവിലെ വാർത്തകൾ കേൾക്കുമ്പോൾ, വർത്തമാനപത്രം വായിക്കുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന തുടങ്ങും പോലെ ആമേൻ ആ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. ഇനി ഒന്നേ സംഭവിക്കാനുള്ളൂ, ആ ദൈവപുത്രൻ്റെ പ്രത്യക്ഷത മാത്രമേ ഇനി സംഭവിക്കാനായിട്ട് ബാക്കിയുള്ളൂ. അത് വിവേചിക്കാനുള്ള പരിജ്ഞാനവും വിവേകവും ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ഇവിടെ കർത്താവിൻ്റെ നാളിനെക്കുറിച്ച് പറയുമ്പോഴും പൗലോസ് ആ ദൃഷ്ടാന്തം എടുത്ത് പറയുകയാണ്, പെട്ടെന്ന് നനയ്ക്കാത്ത സമയത്ത് നാശം സംഭവിക്കും. ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യേണ്ടതുപോലെ അപ്ലൈ ചെയ്താൽ നമുക്കത് മനസ്സിലാകും. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് നാം ആ ഗർഭിണിയുടെ പ്രസവവേദന 24:8 മത്തായി പറയുന്നത് പോലെ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് വേഗത്തിൽ ഒരുക്കത്തോടെ കാത്തിരിക്കാം. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് സമയമായി കഴിഞ്ഞു. അതിൻ്റെ പ്രസവവേദനയുടെ ആരംഭം തുടങ്ങിക്കഴിഞ്ഞു. ദ പെയിൻ ഹാസ് സ്റ്റാർട്ടഡ്. അത് തുടങ്ങിക്കഴിഞ്ഞു. അത് എത്ര വേഗത്തിൽ പ്രൊസീഡ് ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. ചിലത് വേഗത്തിൽ നടക്കും, ചിലത് ഒരല്പസമയം എടുത്തെന്നിരിക്കും. പക്ഷേ രണ്ടായാലും പ്രസവിച്ചേ പറ്റുകയുള്ളൂ. ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയില്ല. കർത്താവിൻ്റെ പ്രത്യക്ഷത സംഭവിച്ചേ പറ്റുകയുള്ളൂ. നാം ആ കാലഘട്ടത്തിൽ വന്നെത്തിയിരിക്കുകയാണ് ദൈവമക്കളെ. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ വരും. ദ ഡേ ഓഫ് ദ ലോർഡ്. അത് കഴിഞ്ഞ മാസം പഠിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഓർത്തുകൊള്ളണം. ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനിരിക്കുന്ന കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ വരും. ഇതേ കാര്യം, ഈ ദൃഷ്ടാന്തം, ഞാനിത് രണ്ടും അപ്ലൈ ചെയ്യുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചേ. അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ആ അവസാന കാലഘട്ടത്തെക്കുറിച്ച്, ആ മഹോപദ്രവ കാലഘട്ടം കഴിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചൊക്കെ ഇസ്രായേലിനോട് ഓർപ്പിക്കുന്ന ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. റെവലേഷൻ 16:15. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും. കള്ളനെ പോലെ വരും. ഈ രണ്ട് കാര്യങ്ങൾ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ്, പെട്ടെന്ന് വരും, അപ്രതീക്ഷിതമായി സംഭവിക്കും. സമാധാനമെന്നും നിർഭയമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, ഉടനെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെയിൻ തുടങ്ങുമ്പോൾ ഒരു കൂട്ടർക്കറിയാം ഒരു സംഭവം നടക്കാൻ പോകുകയാണ്, ഒരു ഡെലിവറി നടക്കാൻ പോകുകയാണ്, കർത്താവിൻ്റെ പ്രത്യക്ഷത നടക്കാൻ പോകുകയാണ്. ഈ ഭൂമി അവൻ്റെ കാന്തയെ ഡെലിവർ ചെയ്യാൻ സമയമായി. ഈ ഭൂമി ഇത്ര കാലവും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തുകൊണ്ടിരിക്കുന്നവൻ്റെ കാന്തയെ കർത്താവിന് വിട്ടുകൊടുക്കാനുള്ള സമയമായി. മരിച്ച് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരെ ഈ ഭൂമി പിടിച്ചടക്കി അവരുടെ മേൽ മൂടിക്കിടക്കുന്ന കല്ലറകൾക്കറിയാം ഇത് തുറന്ന് ഇവരെ വിട്ടുകൊടുക്കാനുള്ള സമയമായി, ഒരു ഡെലിവറിക്കുള്ള സമയമായി. ദൈവമക്കളെ, ആമേൻ, the entire world is getting ready for that greatest delivery. ഈ ഒരു കൂട്ടം ദൈവജനം, വിശുദ്ധന്മാരെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുകൊടുക്കാനുള്ള, അതിനുവേണ്ടിയുള്ള ഈറ്റുനോവിൻ്റെ ആരംഭം ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം അതിനൊരുക്കപ്പെട്ടിട്ടുണ്ടോ? നാം അതിന് തയ്യാറാണോ? ആ മഹാസംഭവത്തിന് വേണ്ടി നാം ഒരുക്കമുള്ളവരാണോ? അതാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കേണ്ടത്. കള്ളനെ പോലെ വരും. ഒരു പ്രസവവേദന സംഭവിക്കും പോലെ പെട്ടെന്ന് വെളിപ്പെടാൻ പോകുന്ന ആ സംഭവം. അതുപോലെ 3-ാം വാക്യത്തിൽ, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം, നാശം, ഡിസ്ട്രക്ഷൻ. അതും കർത്താവിൻ്റെ നാളിനെക്കുറിച്ച് കഴിഞ്ഞ മാസം നമ്മൾ പഠിച്ചതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. വലിയ നാശത്തോടുകൂടെയാണ് അത് സംഭവിക്കുന്നത്. ആ നാളിനെക്കുറിച്ച് നമ്മൾ വെച്ചപ്പോൾ കഴിഞ്ഞ മാസം പഠിച്ചു. സൂര്യൻ ഇരുണ്ടു പോകും. മത്തായി 24 കർത്താവ് പറഞ്ഞു സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തമായി തീരും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും. ഇതെല്ലാം കഴിഞ്ഞ മാസം നമ്മൾ ഒറ്റ വാക്കി പഠിച്ചു. എവറി സോഴ്സ് ഓഫ് ലൈറ്റ് വിൽ ബി ടേക്കൺ അവേ. പ്രകാശത്തിൻ്റെ എല്ലാ ഉറവിടവും, സൂര്യൻ, പകൽ പ്രകാശിക്കുന്ന സൂര്യൻ, വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, രാത്രി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശത്തിൻ്റെ ഉറവിടങ്ങളായ നക്ഷത്രങ്ങൾ, പ്രകാശത്തിൻ്റെ ദൈവസൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടാക്കിയ പ്രകാശത്തിൻ്റെ ഉറവിടങ്ങളെല്ലാം എടുത്തു മാറുകയും കുഞ്ഞാട് വിളക്കായിരിക്കുന്ന രാത്രിയില്ലാത്ത മറ്റൊരു രാജ്യം അവിടെ മറുവശത്ത് ആ പുതിയ ആകാശം പുതിയ ഭൂമിയുമായിട്ട് ഒരുക്കപ്പെടുകയും ചെയ്യും. ദൈവമക്കളെ, ഇതൊക്കെ വളരെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ വിഷയങ്ങൾ അതൊന്നുമല്ല. ഇതൊക്കെ കഴിഞ്ഞ മാസം പഠിച്ചതിൻ്റെ ചേർത്ത് പത്രോസ് എഴുതിയതും പൗലോസ് എഴുതിയതും തമ്മിൽ രണ്ടും ഒന്നാണ് എന്നൊന്ന് ഗ്രഹിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന്, വാട്ട് വി ഡു നോട്ട് നോ, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എന്താണ്? നാളും നാഴികയും ദൈവമക്കളെ സംബന്ധിച്ച് അറിയത്തില്ല. സീസൺ മനസ്സിലാകും. ലോകമനുഷ്യനെ സംബന്ധിച്ച് ടൈംസ് ആൻഡ് സീസൺസ്, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അവർക്കറിയത്തില്ല. നമുക്കറിയാവുന്ന കാര്യമുണ്ട്, പെട്ടെന്ന് വരും, അപ്രതീക്ഷിതമായിട്ട് വരും, കള്ളൻ വരുന്ന പോലെ വരും, ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ വരും. ഇതൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയെടുത്താൽ വളരെ സ്പഷ്ടമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് ദൈവത്തിൻ്റെ വചനം. ഇനി നാം ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കാം. ഇതൊക്കെ മുഖവരിയായിട്ട് ആ ഭാഗത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാനായിട്ട് ഓർപ്പിച്ചതാണ്. ഇനി ശ്രദ്ധിക്കാൻ പോകുന്ന, ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത കാര്യം, 3-ാമത്തെ കാര്യം,
വാട്ട് വി ആർ നോട്ട് കോൾ ഫോർ, നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, അത് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. നാം എന്തിനുള്ളവരല്ല എന്നറിഞ്ഞിരുന്നാൽ അതിൽ ചെന്ന് പെട്ടുപോകാതിരിക്കാൻ എളുപ്പമാണ്. പലയിടത്തും ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് നാം ഏത് കൂട്ടത്തിൽ നിൽക്കുന്നവരാ, അല്ലെങ്കിൽ ഏത് ലൈനിലാണ് പോയി നിൽക്കേണ്ടത് നമുക്കറിയില്ല. പല ലോകത്തിലെ പല കാര്യങ്ങളിൽ നമുക്ക് പലതും ഞാൻ അതിൻ്റെ അകത്താണോ ഉൾപ്പെട്ടത്, ഇതിനകത്താണോ ഉൾപ്പെട്ടത്, ഒരു പിടിയില്ല. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനുള്ളവരല്ല. അതെല്ലാ ദൈവമക്കളും വളരെ സ്പഷ്ടമായിട്ട് അറിയണം. ഞാൻ ഇതിനുള്ളവനല്ല, എനിക്കുള്ളതല്ല. അതറിയാൻ നാം മനസ്സിലാക്കാനായിട്ട് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാം. 4-5 വാക്യങ്ങളിലേക്ക് വരാം. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. കർത്താവിൻ്റെ നാളിനെ കുറിച്ച് പറയുകയാണ്. ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ എന്തിനുള്ളവരല്ല. യു ആർ നോട്ട് ഇൻ ഡാർക്ക്നെസ്, നിങ്ങൾ ഇരുട്ടിലുള്ളവർ അല്ല. ദൈവമക്കളെ, ഞാൻ ഇരുട്ടിലുള്ളവനല്ല എന്ന നല്ല ബോധ്യം എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരാൻ പോവുകയാണ്. വെളിച്ചത്തിൻ്റെ എല്ലാ ഉറവിടങ്ങളും ദൈവം എടുത്ത് മാറ്റാനായിട്ട് പോവുകയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഇല്ലാതെയായി പോകും. ഈ ഭൂമിയിൽ ഒരു തരി വെളിച്ചമില്ലാത്ത, ഈ പ്രപഞ്ചത്തിൽ ഒരു തരി വെളിച്ചമില്ലാത്ത ഒരു സാഹചര്യം വരാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, നാം ഇരുട്ടിനുള്ളവർ അല്ല. ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഇരുട്ടിനുള്ളവരുടെ പ്രത്യേകത എന്താണ്? എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിച്ച്, ഇരുട്ടിൽ ഉള്ളവർ, ദോസ് ഹു ആർ ഇൻ ഡാർക്ക്നെസ്, അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്നിലുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിച്ചാൽ മതി. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങൾ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. വായിച്ചോ. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ആമേൻ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. നോക്കണം, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. മുമ്പ് നിങ്ങൾ ജീവിച്ചിരുന്ന ജീവിതം, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, യേശുവിനെ അറിയുന്നതിന് മുൻപ്, ദൈവഭാഗത്തേക്ക് വരുന്നതിന് മുൻപ്, ഈ വെളിച്ചത്തിലേക്ക്, അത്ഭുത പ്രകാശത്തിലേക്ക് വരുന്നതിന് മുൻപ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8-ന് മുകളിലുള്ള ഭാഗത്ത് പറയുന്നത്. പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ളത് കൊണ്ട് വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് വായിക്കണം. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയല്ലാത്തവ, ദോഷം നിറഞ്ഞ സകല കാര്യങ്ങളെക്കുറിച്ച് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇരുട്ടിൽ നടക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഇരുട്ടിൽ ആണ് ജീവിക്കുന്നതെങ്കിൽ ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇരുട്ടിലുള്ളവനാണോ ഇരുട്ടിലുള്ളവനല്ലയോ എന്ന് തിരിച്ചറിയാൻ അത് വളരെ എളുപ്പമാണ്. പൗലോസ് തെസലോനിക്കയിലെ വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, കർത്താവിൻ്റെ ദിവസത്തിന് വേണ്ടിയല്ല. നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, യു ആർ കോൾഡ് ഫോർ ദ അപ്പിയറൻസ് ഓഫ് ദ ലോർഡ് ആൻഡ് നോട്ട് ഫോർ ദ ഡേ ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ ദിവസം വേറെ, ന്യായവിധി സംഭവിക്കാനുള്ള, ഭക്തികെട്ട മനുഷ്യരുടെ നാശം സംഭവിക്കാനുള്ള ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി അല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഇരുട്ടിലുള്ളവനല്ല എന്ന്, ഇരുട്ടിനുള്ളവളല്ല എന്ന് എല്ലാവരും നല്ല നിശ്ചയം പ്രാപിച്ചിരിക്കും. ഐ ആം നോട്ട് ഫോർ ഡാർക്ക്നെസ്, ഞാൻ ഇരുട്ടിനുള്ളവനല്ല. തെസലോനിക്ക ലേഖനത്തിൽ തിരിച്ചു വരാം. അടുത്ത ബാക്കി വായിച്ചേ. നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. അടുത്ത വാക്യം, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. നാം രാത്രിക്കും ഇരുട്ടിനും ഉള്ളവർ അല്ല. നോട്ട് ഫോർ നൈറ്റ്, നോട്ട് ഫോർ ഡാർക്ക്നെസ്. ഇരുട്ട്, രാത്രി ഒരു ദീർഘസമയമാണ്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി. നേരത്തെ പറഞ്ഞല്ലോ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം എടുത്തു കളയുന്ന കൂരിരുട്ട്, അന്ധതമസ്, ഈ അഗാധഗർത്തം, വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന അഗാധഗർത്തം, പ്രകാശമില്ലാത്ത ഒരു ലോകത്തിലേക്ക് വിളിക്കപ്പെട്ട അവരല്ല നമ്മളെ ദൈവം അതിനല്ല വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാതിരിക്കാൻ നാം വളരെ കെയർഫുള്ളായിരിക്കണം. ദൈവമക്കളെ, ഇതൊന്നും നിസാരമായി കാണരുത്. കാരണം നോഹയുടെ കാലത്തെക്കുറിച്ച് ശ്രദ്ധിച്ച് പഠിച്ചാൽ, നോഹയുടെ കാലത്ത് 120 വർഷം ദൈവം സമയം കൊടുത്തു. ലോത്തിൻ്റെ കാലത്ത് 120 മിനിറ്റ് കിട്ടിയില്ല. ഓടിക്കോളാൻ പറഞ്ഞു. വിളിക്കപ്പെട്ട ടിക്കറ്റ് കിട്ടി എല്ലാവർക്കും രക്ഷപ്പെടാനും പറ്റിയില്ല. പക്ഷേ നോഹയുടെ കുടുംബം രക്ഷ പ്രാപിച്ചു. അന്ന് ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ ലോകത്തിൽ അതുപോലെ ഒരു ഇരുട്ട് ഒരു കാലഘട്ടം വേറെ ഇല്ലായിരുന്നു.
ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ ജീവിച്ചിരുന്ന ആരും ആ പെട്ടകത്തിൽ കയറിയതുമില്ല, രക്ഷ പ്രാപിച്ചതുമില്ല എന്നുള്ള കാര്യം നാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ദൈവമക്കളെ, ഇരുട്ടാണ് എന്നെയും നിങ്ങളെയും പ്രത്യക്ഷതയിലാണോ അതോ ദിവസത്തിലാണോ, കർത്താവിൻ്റെ പ്രത്യക്ഷതയാണോ കർത്താവിൻ്റെ ദിവസമാണോ നാം നേരിടാൻ പോകുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള ഇരുട്ടാണ്. ഇരുട്ടുണ്ടോ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പങ്കുചേരാനായിട്ട് കഴിയുകയില്ല. ഇരുട്ടിൻ്റെ ദുഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. ഇരുട്ടിൻ്റെ സ്വഭാവങ്ങൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായം 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിക്കണം. വേണമെന്ന് വായിച്ചോ, ഒരു വിരോധവും ഇല്ല, വായിച്ചോ, നന്നായിട്ട് ഗ്രഹിച്ചിരിക്കണം. അതിൽ പങ്കുകാരാണെങ്കിൽ അവൻ്റെ പ്രത്യക്ഷതയിൽ പങ്കാളിത്തമില്ലാതെ പോകും. അവൻ്റെ ദിവസത്തെ കാത്തിരിക്കേണ്ടതായിട്ട് വരും, ഒരു നാശം സംഭവിക്കുന്ന ദിവസം. വായിച്ചേ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ഈ ചേർച്ചയല്ലാത്തത് ഇരുട്ടിൻ്റെതായ സകല പ്രവൃത്തികളെയും പൗലോസോടെ വിശദീകരിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, ഇരുട്ടിൻ്റെ പ്രവൃത്തികളോട് നിങ്ങൾ കൂട്ടുകൂടരുത്, അതിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കാളികളാകരുത്, അതിനെ ശാസിക്കണം. ദൈവമക്കളെ, ഇരുട്ടിന് കൂട്ടുകൂടിയാൽ ടിക്കറ്റ് മാറിപ്പോകും. പ്രത്യക്ഷതയ്ക്ക് ടിക്കറ്റില്ല, കർത്താവിൻ്റെ ദിവസത്തിലേക്കായി പോകും ടിക്കറ്റ്. അത് നന്നായിട്ട് അറിഞ്ഞുകൊള്ളണം. ഇതൊന്നും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, തിരിച്ചറിവോടെ മനസ്സിലാക്കി, തിരുവെഴുത്ത് മനസ്സിലാക്കി ജീവിക്കാൻ കർത്താവ് വേണ്ടതെല്ലാം നമുക്ക് വളരെ ക്ലിയറായിട്ട് എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ നാം ആ സുബോധം നഷ്ടപ്പെട്ടു പോയാൽ നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്ക് പങ്കാളികളായി പോകും. നമുക്ക് ആ ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തികളോടും ജീവിച്ചുകൊണ്ട് നമുക്ക് പ്രൈസ് ലോർഡ് പറയാം, ഹല്ലേലൂയ പറയാം, തുള്ളിച്ചാടാം, എന്ത് പരിപാടി വേണേലും കാണിക്കാം. ഇതെല്ലാം ചെയ്തതുകൊണ്ട് ഞാൻ വെളിച്ചത്തിലാണെന്ന് അർത്ഥമില്ല. ജീവിതത്തെ ശാന്തമായി ദൈവസന്നിധിയിലിരുന്ന് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ പരിശോധിച്ചു കൊള്ളണം. ഇരുട്ടിൻ്റെ ഈ പ്രവൃത്തികൾ എന്തെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് പരിശോധിച്ചു കൊള്ളണം. ദർ ഈസ് നോ പ്ലേസ് ഫോർ ഡാർക്ക്നെസ്. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, ആ ഇരുട്ടിൻ്റെ അധികാരി വരുന്നു, അവൻ്റേതൊന്നും എന്നിലില്ല. ഹി ഹാസ് നത്തിങ് ഇൻ മീ. അവന് എന്നിൽ ഇടമില്ല. ഇരുട്ടിന് ഇടമില്ലാത്തവണ്ണം നാം ജീവിക്കണം. അതുപോലെ നാം എന്തിനല്ല എന്ന് 9-ാം വാക്യത്തിൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നാം ഇരുട്ടിനുള്ളവരല്ല, നാം രാത്രിക്കുള്ളവരല്ല, ആ ഇരുണ്ട ഒരു കാലഘട്ടം വരാൻ പോകുന്നു അതിനുള്ളവരുമല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, 3 കാര്യങ്ങൾക്കുള്ളവരല്ല നാം. 9-ാം വാക്യം, ദൈവം നമ്മെ കോപത്തിനല്ല, ദൈവം നമ്മെ വി ആർ നോട്ട് ഫോർ റാത്ത്, ദൈവ ക്രോധത്തിനും വിളിക്കപ്പെട്ടവരല്ല. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം, നമുക്കിന്ന് പകൽക്കാലം ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. ദൈവകോപത്തിനിരയായി തീരാൻ വിളിക്കപ്പെട്ടവരല്ല. ആരുടെ മേലാണ് ദൈവക്രോധം വരുന്നത്? നോഹയുടെ കാലത്ത് ദൈവത്തിൻ്റെ കോപം പകരുന്നു. ഒരു ദുഷ്പ്രവർത്തിക്കാരുടെ ഒരു തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം വീണു. നോഹയുടെ പെട്ടകത്തിനകത്തിരുന്ന നോഹയുടെ കുടുംബത്തിന് ആശ്വാസത്തിനിടമുണ്ട്. അവർ പറയുകയാണ്, ഓ, ഈ കോപത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടല്ലോ, ദൈവകോപം ഞങ്ങളുടെ മേൽ വന്നില്ലല്ലോ. ഈ ഭയങ്കരമായ ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയിൽ പകരപ്പെടാൻ പോകുന്ന മഹോപദ്രവത്തിൻ്റെ കാലഘട്ടം വരാനായിട്ട് പോകുകയാണ്. അതെപ്പോൾ വേണേലും സംഭവിക്കാം. പ്രത്യക്ഷതയിൽ ടിക്കറ്റ് കിട്ടിയവർക്ക് ആ പ്രത്യക്ഷതയിൽ കർത്താവിൻ്റെ പ്രത്യക്ഷത, കർത്താവിൻ്റെ ദിവസം വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചോണം. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ടിക്കറ്റ് കിട്ടി പെട്ടകത്ത് കയറിയവർക്ക് ഒരു ആശ്വാസമുണ്ട്. ഐ ആം നോട്ട് ഫോർ റാത്ത്, ഞാൻ കോപത്തിന് വിളിക്കപ്പെട്ടവനല്ല. ദൈവമക്കളെ, ദൈവക്രോധത്തിൽ വീണു പോകുന്നത് ഭയങ്കരമാണ്. ലോത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയുടെ മേൽ പകരപ്പെട്ടു. ലോത്തിനും കുടുംബത്തിനും ടിക്കറ്റ് കിട്ടിയതാണ്. നേരം വെളുക്കുന്നവരെ അവർ വൈകി. ദൂതൻ വന്ന് കൈക്ക് പിടിച്ച് പുറത്തിറക്കി, ഓടിക്കോ എന്ന് പറഞ്ഞു, ജീവരക്ഷയ്ക്കായിട്ട് ഓടിക്കോ. ഓടി പർവ്വതത്തിൽ ചെന്ന് കയറി തിരിഞ്ഞു നോക്കിയപ്പോൾ പുകത്തൂണായിട്ട് ആ പട്ടണം മുഴുവൻ വെന്ത് ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു. പുക ചുരുളുകൾ പൊങ്ങുകയാണ്. അവർക്കൊരാശ്വാസം കിട്ടി. ഓ, ഈ ദൈവക്രോധത്തിൽ രക്ഷപ്പെട്ടല്ലോ, അതിലകപ്പെട്ടില്ലല്ലോ. വി ആർ നോട്ട് ഫോർ റാത്ത്. അത് നല്ല നിശ്ചയമുണ്ടായിരിക്കണം. ഞാൻ ദൈവകോപത്തിന് വിളിക്കപ്പെട്ടവനല്ല. ഞാൻ ദൈവകോപത്തിൽ വീഴാൻ, ആ മഹോപദ്രവത്തിൽ ഇവിടെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല ദൈവമക്കളെ. നമ്മൾ അതും പ്രതീക്ഷിച്ച് ആരും ഇരിക്കരുത്. കർത്താവിൻ്റെ പിന്നെ ഒരു ചാൻസ് കൂടെ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരിക്കരുത്. മഹോപദ്രവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നാം അതിനു മുമ്പേ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം, അത് പരിഹസിക്കുന്ന പരിഹാസികളെക്കുറിച്ച് പത്രോസ് എഴുതിയിട്ടുണ്ട്. ആ വാഗ്ദത്തിൽ വിശ്വസിച്ച് ഒരുക്കം പ്രാപിച്ച് എടുക്കപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ വി ആർ നോട്ട് ഫോർ ഡാർക്ക്നെസ്, നാം ഇരുട്ടിനുള്ളവരല്ല. വി ആർ നോട്ട് ഫോർ നൈറ്റ്, നാം രാത്രിക്കുള്ളവരല്ല. വി ആർ നോട്ട് ഫോർ റാത്ത്,
നാം കോപത്തിനുള്ളവരല്ല. ഈ 3 കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നാം എന്തിനുള്ളവരാ? നമുക്ക് വീണ്ടും വായിക്കാം. 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. We are children of light and children of day. പകലിന്റെ മക്കളാണ്, വെളിച്ചത്തിന്റെ മക്കളാണ്. വെളിച്ചത്തിന്റെ മക്കളാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ ഈ ഇരുട്ടിന് ഒരു പവർ ഉണ്ട് കേട്ടോ. ഇരുട്ടിന്റെ പ്രവൃത്തികളെ കുറിച്ച് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. ആ ചേർച്ചയല്ലാത്ത കാര്യങ്ങൾ വലിയൊരു ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അതൊരു സാമ്പിൾ ലിസ്റ്റ് മാത്രമാണ്. ഈ ഓരോന്നിനും എന്തുണ്ട്? പവറുണ്ട്. പൊട്ടച്ചൊല്ലിനൊരു പവറുണ്ട്. മനസ്സിലാക്കിയിട്ടുണ്ടോ? ദെയർ ഇസ് എ പവർ. പൊട്ടച്ചൊല്ലിനൊരു ശക്തിയുണ്ട്. അത് ഒരു ശക്തിയുടെ വ്യാപാരമാണ് നമ്മളെ കൊണ്ടത് ചെയ്യുന്നത്. കളിവാക്ക്, അതിനൊരു പവറുണ്ട്. ചേർച്ചയല്ലാത്ത എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അതിൻ്റെ അധീനതയിലാകുമ്പോഴാണ് നാം അതിന് അടിപ്പെട്ടു പോകുന്നത്. ദെയർ ഈസ് എ പവർ ഓഫ് ഡാർക്ക്നെസ്. നാം ഒറ്റയടിക്കത് പിശാച് സാത്താൻ്റെ അധികാരത്തിൽ നിന്ന്, അത് തുടരെ പറയുന്നുണ്ട്, ഇരുട്ടിൻ്റെ അധികാരം, സാത്താൻ്റെ അധികാരം. ഇരുട്ടിൻ്റെ ഓരോ പ്രവൃത്തിക്കും ഒരു പവറുണ്ട്. ആ ഒരു പവറും നമ്മുടെ മേൽ അധികാരം നടത്താൻ വിട്ടുകൊടുക്കരുത്. നന്നായിട്ട് ഗ്രഹിച്ചോളാം. ക്രോധത്തിനൊരു പവറുണ്ട്, ഈർഷ്യയ്ക്കൊരു പവറുണ്ട്, അസൂയയ്ക്കൊരു പവറുണ്ട്, പിടിക്കരുതായ്മയ്ക്കൊരു പവറുണ്ട്. അത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ഏറ്റുപറച്ചിലോടെ ആ പവർ ബ്രേക്ക് ചെയ്ത് അതിനകത്തുനിന്ന് പുറത്ത് വരണം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്കൊരു ട്രാൻസ്ലേഷൻ, അതാണ് ക്രൂശിൽ നമുക്ക് വേണ്ടി നേടിത്തന്നത്. ആ പൂർണ്ണ ജയത്തോടെ ജീവിക്കണം. ഇരുട്ട് പിന്നെയും വരും ആ പവർ തിരിച്ചെടുക്കാനായിട്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പല വിഷയങ്ങളിൽ പിന്നെ വീണു പോകുന്ന ആളുകളുണ്ട്. സ്നാനപ്പെട്ടപ്പോൾ വിടുതൽ കിട്ടിയ പല വിഷയങ്ങളിൽ പിന്നെ വീണു പോകുന്ന ആളുകളുണ്ട്. അഭിഷേകം പ്രാപിച്ചപ്പോൾ വിടുതൽ പ്രാപിച്ച പല പാപപ്രവൃത്തികളിൽ പിന്നീട് വീണു പോകുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ഒരു സമയത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു വിടുതൽ പ്രാപിച്ച, ഒരു ഡെലിവറൻസ് പ്രാപിച്ച പല ഇരുട്ടിൻ്റെ പ്രവൃത്തികളും പിന്നീട് അകപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ദെയർ ഇസ് എ പവർ ഓഫ് ഡാർക്ക്നെസ്. നന്നായിട്ട് അറിഞ്ഞോണം. ഭയപ്പെടുത്താനൊന്നുമല്ല ഇത് പറയുന്നത്. ആ ഇരുട്ടിൻ്റെ പവറിനോട് നിരന്തരമായിട്ട് നാം പോരാടിക്കൊണ്ടിരിക്കണം. നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. വി ആർ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോരാട്ടം ഈ ഇരുട്ടിനോട്, അന്ധകാരത്തിൻ്റെ എല്ലാ ലോക അധിപതികളോടും നമുക്ക് എന്തുണ്ട്? പോരാട്ടമുണ്ട്. നമുക്ക് യുദ്ധമുണ്ട് ദൈവമക്കളെ. അത് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കണം. ഞാൻ വെളിച്ചത്തിൻ്റെ മകനാണ്, ഞാൻ വെളിച്ചത്തിൻ്റെ മകളാണ്. ഈ ഇരുട്ടിൻ്റെ ശക്തി എന്നെ കീഴടക്കരുത്. ഇരുട്ടിൻ്റെ അധികാരം എന്നെ കീഴടക്കരുത്. ആ നിഷ്ഫല പ്രവൃത്തികൾ എന്നെ കീഴടക്കരുത്. അതിന് ഓരോന്നിനും പവറുണ്ടെന്ന് മനസ്സിലായിക്കോണം. പലപ്പോഴും പല വിശ്വാസികളും, ഞാൻ ജനറലായിട്ട് പറയുകയാണ്, പല വിശ്വാസികളും ആ ഇരുട്ടിൻ്റെ പവറിലാണ് നടക്കുന്നത്. ഇരുട്ടിൻ്റെ പവറിൽ, ഈർഷ്യയുടെ പവറിൽ, അസൂയയുടെ പവറിൽ, പിടിക്കരുതായ്മയുടെ പവറിൽ, അഹങ്കാരത്തിൻ്റെ പവറിൽ അങ്ങ് നടക്കുക. എന്നിട്ട് പ്രൈസലോടും ഹല്ലേലൂയയൊക്കെ പറയും. ദൈവമക്കളെ, ഇരുട്ടിൻ്റെ ശക്തി എൻ്റെ മേൽ അവന് അധികാരമില്ല എന്ന് പറയാൻ തക്കവണ്ണം വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കണം. വി ആർ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്. നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. വായിച്ച 9-ാം വാക്യം. നാം കോപത്തിനുള്ളവരല്ല, പകരം എന്തിനുള്ളവരാ? നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നു. 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ഭാഗങ്ങളെല്ലാം വീണ്ടും വായിക്കും. ആ മനസ്സിലാക്കാൻ വേണ്ടി ഞാനതൊന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണ്. നാം വാട്ട് വി ആർ കോൾഡ് ഫോർ. 1, നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. 2, വി ആർ കോൾഡ് ടു ഒബ്റ്റെയിൻ സാൽവേഷൻ. രക്ഷയെ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന രക്ഷ, യേശുവിനെ രക്ഷിതാവായി കർത്താവായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ പ്രാപിക്കുന്ന രക്ഷിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നതിനെക്കുറിച്ചല്ല. പാപത്തിൻ്റെ ആ ശക്തിയിൽ നിന്ന് പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിച്ച് ആ നിത്യതയിൽ ചെന്നെത്തുന്ന ആ നിത്യരക്ഷയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. സംശയമുണ്ടെങ്കിൽ റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഡെലിവറൻസ്, സാൽവേഷൻ ഫ്രം ദ റാത്ത് ഓഫ് ഗോഡ്. നാം കോപത്തിനുള്ളവരല്ല, പകരം ആ കോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്.
കോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടു. നോഹ ദുഷ്ടലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിഷ്കളങ്കനായി ജീവിച്ച മനുഷ്യൻ. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, ഫേവർ എന്ന് എഴുതിയിരിക്കും, ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചു. പക്ഷേ ലോകത്തെ ദൈവം നശിപ്പിച്ചപ്പോൾ അതിൽ പെട്ട് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ അവൻ ആ പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിക്കണമായിരുന്നു. ഇതെല്ലാമാണെങ്കിലും ആ പെട്ടകത്തിൽ കയറി ദൈവം ഭൂമിയെ നശിപ്പിച്ചപ്പോൾ അതിൽ അകപ്പെട്ടു പോകാതെ വണ്ണം പ്രാപിച്ച ആ ഒരു ഇറ്റേണൽ, ആ ഒരു നിത്യമായ രക്ഷയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാം ആ രക്ഷയെ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ഭൂമിയെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ നാശവും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും ന്യായവിധിയും വരാൻ പോകുന്ന കർത്താവിൻ്റെ നാൾ വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെടാൻ പോകുന്നു. ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവർ. വി ആർ കോൾഡ് ടു ഒബ്റ്റെയിൻ സാൽവേഷൻ. രക്ഷ പ്രാപിക്കാൻ നാം വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്, നാം രക്ഷ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതേ വാക്യത്തിൽ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. വി ആർ കോൾഡ് ടു ലിവ് ടുഗദർ വിത്ത് ഹിം. അവനോട് കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ, അവനോട് കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ. അതേ മക്കളെ, അല്പസമയം അതൊന്ന് ഒരു സെക്കൻഡ് അതൊന്ന് ധ്യാനിച്ച്, യേശുവിനോട് കൂടെ അവൻ ഇരിക്കുന്നിടത്ത് ഇരുന്ന്, കുഞ്ഞാട് പോകുന്നിടത്ത് അവൻ്റെ കൂടെ നടന്ന് അവനോട് കൂടെ ജീവിക്കാനുള്ള വിളിയാണ് എൻ്റെയും നിങ്ങളുടെയും വിളി. മറക്കരുത്, കർത്താവ് വരുന്നത് അതിനു വേണ്ടിയാണ്. തന്നോട് കൂടെ ജീവിക്കാൻ സമർപ്പിക്കപ്പെട്ട് ഒരുങ്ങിയിരിക്കുന്നവരെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഒരു മണവാളൻ മണവാട്ടിയെ ചേർക്കാൻ വരുന്നത് അതുകൊണ്ടാണല്ലോ ഈ മണവാട്ടിയെ ചേർക്കുന്ന ആ ദൃഷ്ടാന്തം നമ്മൾ പറയുന്നത്. മണവാളൻ മണവാട്ടിയെ ചേർക്കാൻ വരുന്നത് എവിടെയെങ്കിലും കൊണ്ട് ഹോസ്റ്റലിലാക്കാനല്ല, തന്നോട് കൂടെ ജീവിക്കാൻ വേണ്ടിയാണ്, തന്നോട് കൂടെ ജീവിക്കാൻ വേണ്ടി. അതുപോലൊരു കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നാം അവനോട് വി ആർ കോൾഡ് ടു ലിവ് ടുഗദർ വിത്ത് ഹിം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും, അവിടെ ആ ഉറക്കം എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവിച്ചാലും മരിച്ചാലും ആരോടുകൂടെ ജീവിക്കണം? യേശുവിനോടുകൂടെ ജീവിക്കണം. സംശയമുണ്ടെങ്കിൽ അതുപോലെ എഴുതിയിരിക്കുന്ന വേറൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:9 പൗലോസ് തൻ്റെ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ് അവിടെ. 2 കൊരിന്ത്യർ 2 Corinthians chapter 5:9. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ജീവിച്ചാലും മരിച്ചാലും ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും, അവിടെ പറഞ്ഞ രണ്ടാമത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉറക്കം നമ്മുടെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ ശരീരത്തോടെ ജീവിച്ചാലും മരിച്ചാലും നാം ആരുടെ കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ? യേശുവിനോട് കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിനോട് കൂടെ ജീവിക്കണം. ഓരോ ദിവസവും യേശുവിനോട് കൂടെ നടക്കണം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോടു കൂടെ നടന്നത് സ്വർഗത്തിൽ ചെന്നേച്ചല്ല, അവനെവിടെയെങ്കിലും ഹിമാലയത്തിൽ ചെന്നിരുന്നിട്ടല്ല. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും കുടുംബജീവിതം നയിക്കുകയും തൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഇങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക് കർത്താവ് ഒരു ദിവസം പറഞ്ഞു, ഇനി നമുക്കൊന്നിച്ച് അവിടെ പോയി ജീവിക്കാം. ഇവിടെ നമ്മളൊന്നിച്ച് ജീവിച്ചു. ദൈവം ഇങ്ങോട്ടിറങ്ങി വന്ന് ഹാനോക്കിനോട് കൂടെ ദൈവത്തോടു കൂടെ ഹാനോക്ക് നടന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇനി സ്വർഗത്തിൽ നമുക്കൊന്നിച്ചായിരിക്കാം, നിത്യതയിൽ നമുക്കൊന്നിച്ചായിരിക്കാം. സ്വർഗത്തിൽ പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ വളരെ പരമാർത്ഥമായിട്ട് ഓർക്കട്ടെ, ഈ ചവോടക്കിന് വന്ന് നിശ്ചയമായിട്ടും സ്വർഗത്തിൽ കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ആരും സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനോട് കൂടെ നടന്നേ പറ്റൂ. ഇവിടെ കർത്താവിനോട് കൂടെ നടക്കുന്നവനാണ്, ഇവിടെ കർത്താവിനോട് കൂടെ ജീവിക്കുന്നവരാണ് നിത്യതയിൽ ചെന്നും കർത്താവിനോട് കൂടെ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, തെസ്സലോനിക്കരോട് പറയുകയാണ്, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും അവനോട് കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ വിളി നാം എന്തിനുള്ളവരല്ല, നാം ഇരുട്ടിനുള്ളവരല്ല, നാം രാത്രിക്കുള്ളവരല്ല, നാം കോപത്തിനുള്ളവരല്ല. പകരം നാം എന്തിനുള്ളവരാ? നാം വെളിച്ചത്തിനുള്ളവരാണ്, നാം പകലിനുള്ളവരാണ്. മാത്രമല്ല നാം രക്ഷയെ പ്രാപിക്കാനുള്ളവരാണ്, ദൈവകോപത്തിൽ നിന്നുള്ള രക്ഷയെ പ്രാപിക്കാനുള്ളവരാണ്. അതുമാത്രമല്ല, നാം അവനോടുകൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ നല്ല തിരിച്ചറിവോടുകൂടെ, ഈ നല്ല സുബോധത്തോടുകൂടെ, ഈ നല്ല സമർപ്പണത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ നാം ജീവിക്കണം. കാരണം ഈറ്റുനോവിൻ്റെ ആരംഭമായി കഴിഞ്ഞു. ആ ബർത്ത് പാങ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, വാട്ട് ഷാൽ വി ഡു നൗ? ഇന്ന് നാം എന്ത് ചെയ്യണം? അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് നമുക്കറിഞ്ഞുകൂടാത്ത കാര്യം, കാലങ്ങൾ സമയങ്ങൾ നമുക്കറിയുകയില്ല, നാളും നാഴികയും നമുക്കറിയുകയില്ല. ഇതൊന്നും നമ്മുടെ പരിധിയിലുള്ളതല്ല, ദൈവത്തിൻ്റെ മാത്രം തീരുമാനത്തിലുള്ള കാര്യമാണ്. നമുക്കറിയാവുന്ന കാര്യം, കള്ളൻ വരുന്ന പോലെ വരും, ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ വരും. കള്ളൻ വരുന്നത് സീസണും സമയങ്ങളും കാലങ്ങളും അറിയുകയില്ല. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് സീസൺ അറിയാം, പക്ഷേ നാളും നാഴികയും അറിയുകയില്ല. നാം ഈ തിരിച്ചറിവോടുകൂടെ ജീവിച്ചാൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് അവനോടുകൂടെ കാണപ്പെടാനായിട്ട് കഴിയും. അതുപോലെ കർത്താവിൻ്റെ നാൾ വലിയ നാശത്തോടെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. മൂന്നാമത്, നാം എന്തിനു വിളിക്കപ്പെട്ടവരല്ല, നാം ഇരുട്ടിനുള്ളവരല്ല, നാം രാത്രിക്കുള്ളവരല്ല, നാം ദൈവകോപത്തിനുള്ളവരല്ല. നാലാമത് പറഞ്ഞത്, നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, നാം പകലിലുള്ളവരാണ്, നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. മാത്രമല്ല, നാം കോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. മാത്രമല്ല, നാം അവനോട് കൂടെ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം അതാണല്ലോ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നാം എന്ത് ചെയ്യണം? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ ഈ ദിവസത്തിൽ, ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ, തിരുവഴുത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ കാലങ്ങളെ സമയങ്ങളെ വിവേചിക്കുന്ന ഒരു ദൈവപൈതൽ എങ്ങനെ ജീവിക്കണം? 4 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 6-ാം വാക്യത്തിലേക്ക് വീണ്ടും വരാം. നാം എങ്ങനെയായിരിക്കണം? 6-ാം വാക്യം, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. 1, ശേഷമുള്ളവരെ പോലെ ഉറങ്ങരുത്. ശേഷമുള്ളവർ അവർ ഉറങ്ങുകയാണ്. താഴോട്ട് പറയുന്നുണ്ട്, ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു. ഇതൊക്കെ ശേഷമുള്ളവർ ചെയ്യുന്നതാണ്. ഇവിടെ പറയുന്ന ഉറക്കം ഒരു സ്പിരിച്വൽ സ്ലംബറാണ്, ആത്മീയ ഉറക്കമാണ്. ദൈവമക്കളെ, നാം ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടവരായത്. അതുകൊണ്ടാണ് ആദ്യം ആ 4 കാര്യങ്ങൾ ഞാൻ സ്പഷ്ടമായിട്ട് വിശദീകരിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാവൂ. നാം ഈ ശേഷമുള്ളവർ ഉറങ്ങുന്നത് പോലെ, ശേഷമുള്ളവർ എന്നവിടെ പറയുന്നത് ഈ പെട്ടകത്തിൽ ടിക്കറ്റ് കിട്ടി കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരെക്കുറിച്ചല്ല. കർത്താവിൻ്റെ ദിവസം, നാശം സംഭവിക്കാനുള്ള ഒരു ദിവസത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവരെ പോലെ ആകരുത്. അവരെ സംബന്ധിച്ച് അവർ ആത്മീയ ഉറക്കത്തിലാണ്. ശേഷമുള്ളവർ ഉറങ്ങുന്നു, അതുപോലെ ഞാനും ഉറങ്ങിപ്പോകരുത്. പകരം നാം എങ്ങനെയായിരിക്കണം? ഉണർന്നും സുബോധമായിട്ടും ഇരിക്കണം. അതിലേക്ക് വരാം. ഈ ശേഷമുള്ളവർ ഉറങ്ങുന്ന കാര്യത്തെക്കുറിച്ച് നാം തിരുവഴുത്തിൽ പരിശോധിക്കുമ്പോൾ ഈ ആത്മീയ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉറക്കങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം വായിക്കാമെങ്കിൽ അതിൻ്റെ 11-ാം വാക്യം, എല്ലാ വാക്യങ്ങളും വായിക്കേണ്ട, നമ്മുടെ സമയപരിധിയുണ്ട്, പലതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ആ 11-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 28 വേഴ്സ് 11. അവനൊരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ഇവിടെ ഉറങ്ങിപ്പോയൊരു മനുഷ്യൻ യാക്കോബ്. ഈ യാക്കോബ് ശേഷമുള്ളവരെ പോലെയുള്ള ഒരാളല്ല. അവൻ വിളിക്കപ്പെട്ടത് ഇരട്ടിയായ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ്. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തവും, അതുപോലെ ദൈവത്തിൻ്റെ വലിയൊരു കാര്യപരിപാടിയുടെ ഒരു ഭാഗമായിട്ട് വിളിക്കപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ അവൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെ മറന്ന് അവൻ തൻ്റെ ജ്യേഷ്ഠനെ കബളിപ്പിച്ച്, തൻ്റെ അപ്പനെയൊക്കെ കബളിപ്പിച്ച്, താൻ ഇങ്ങനെ ലാബാൻ്റെ അടുത്തേക്ക്, തൻ്റെ ആ അങ്കിളിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു സ്ഥലത്ത് ചെന്ന് കിടന്നങ്ങ് ഉറങ്ങി. ഈ യാക്കോബിൻ്റെ ഉറക്കം അവൻ്റെ അതുവരെയുള്ള അവൻ്റെ ജീവിതവും തുടർന്നുള്ള കുറച്ച് കാലത്തേക്ക് ഈ യാബോക്കടവിൽ ദൈവത്തിൻ്റെ ദൂതനുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത് വരെ യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കിയാൽ ഇങ്ങനെ ആളെ പറ്റിച്ച് ജീവിക്കുന്ന പരിപാടിയാണ്. ചില ആളുകളുണ്ടല്ലോ ഇങ്ങനെ പറ്റിച്ചങ്ങ് നടക്കും. 2 പ്രൈസ് ലോഡൊക്കെ പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച്, സഭ വരുമ്പോൾ സഭയെ പറ്റിക്കും, പുറത്ത് ചെല്ലുമ്പം വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരെ പറ്റിക്കും, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ജോലിക്കാരെ പറ്റിക്കും, നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടുകാരെ പറ്റിക്കും. ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്ന ഒരാളുണ്ടല്ലോ. അതുപോലെ ഒരു ആളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ഈ യാക്കോബ്. ഇത് ഒരു ആത്മീയ ഉറക്കമാണ്. യാഥാർത്ഥ്യം തിരിച്ചറിയാതെ, ദൈവസാന്നിധ്യ ബോധമില്ലാതെ
അവൻ ഉറക്കമുണർന്നപ്പോൾ രാത്രിയിൽ അവനൊരു സ്വപ്നം കണ്ടു. ഉറക്കമുണർന്നപ്പോൾ അവൻ പറയുന്ന ഒറ്റ കാര്യമാണ്, യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാനോ അത് അറിഞ്ഞില്ല. ദൈവസാന്നിധ്യം തിരിച്ചറിയാതെ ജീവിക്കുന്ന ഒരു ഉറക്കമുണ്ട്. ദൈവസാന്നിധ്യം മനസ്സിലാകാതെ, ദൈവം ഇടപെടുന്നത് മനസ്സിലാകാതെ, ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്യമിക്കുന്നത് മനസ്സിലാകാതെ, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് മനസ്സിലാകാതെ, ദൈവത്തിൻ്റെ ആത്മാവ് പല സാഹചര്യങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിലൂടെ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവ സന്ദേശം മനസ്സിലാകാതെ ഉറങ്ങിപ്പോകുന്ന ഒരു ആത്മീയ ഉറക്കമുണ്ട്. അതാണ് യാക്കോബിൻ്റെ ഉറക്കം. ദൈവമക്കളെ, ഉറങ്ങിപ്പോകരുത്, ശേഷമുള്ളവരെ പോലെ ഉറങ്ങരുത്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരാം. 19-ാം അധ്യായം 5-ാം വാക്യം. അവിടെ ഇതെല്ലാം വളരെ വിളിക്കപ്പെട്ട ആളുകളുടെ ഉറക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ശേഷമുള്ളവരെ പോലെ ഉറങ്ങരുത്. ഈ ആളുകളുടെ ഉറക്കമുണ്ടല്ലോ, അതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരരുത്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട്. ഏലിയാവിൻ്റെ ഉറക്കത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജാക്കന്മാരുടെ പുസ്തകം പഠിച്ചപ്പോൾ നാം ഏലിയാവിനെ കുറിച്ച് പരാമർശിച്ചല്ലോ. മരണം കാണാതെ എടുക്കപ്പെടാൻ വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ഒമ്രിയുടെ രാജകുടുംബം ഇസ്രായേലിനെയും യഹൂദയെയും ഒരുപോലെ നാശത്തിലേക്കും അന്യാരാധനയിലേക്കും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുവാൻ അഭിഷേകം ചെയ്യപ്പെട്ട ശക്തനായൊരു മനുഷ്യൻ ഈ രാജവംശത്തെ, ഈ ദുഷ്ടവംശത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യത്തക്കവണ്ണം പകരം എലീശയെയും യേഹുവിനെയും അഭിഷേകം ചെയ്യാൻ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്ന മനുഷ്യൻ ഇപ്പോൾ ഇവിടെ ഈ വാസ് സ്ലീപ്പിംഗ് ഇൻ ഡിസ്കറേജ്മെൻറ്റ്. ഇസബേലിൻ്റെ വെല്ലുവിളി, നാളെ ഈ നേരത്ത് നിൻ്റെ ജീവനെ അവരിൽ ഒരുത്തനെ പോലെ ആക്കുമെന്നുള്ള ഇസബേലിൻ്റെ വെല്ലുവിളിയുടെ മുമ്പിൽ അധൈര്യപ്പെട്ടു പോയി അവൻ കിടന്നുറങ്ങുകയാണ്. എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുകയാണ്. ദൈവമക്കളെ, ആത്മജീവിതത്തിൽ ഇതുപോലെ ഡു നോട്ട് സ്ലിപ്പ് ഇൻ ഡിസ്കറേജ്മെൻറ്റ്. പിശാച് ഇതുപോലെ നമ്മളെ അധൈര്യപ്പെടുത്താനായിട്ട് വരും. പല വിഷയങ്ങൾ കൊണ്ടുവരും, ഭീഷണികൾ കൊണ്ടുവരും. നാളെ ഈ നേരത്ത് നിന്നെ ഇല്ലാതാക്കി കളയുമെന്ന് കൊണ്ടുവരും, സഭയെ ഇല്ലാതാക്കി കളയും, നിൻ്റെ വീടില്ലാതാക്കി കളയുമെന്ന് പിശാച് വെല്ലുവിളിക്കും. ഡു നോട്ട് സ്ലീപ്പ് ഇൻ ഡിസ്കറേജ്മെൻറ്റ്. ഏലിയാവേ, നിൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ തട്ടി ഉണർത്തിയിട്ട് 515 കിലോമീറ്ററാണ് നടത്തിച്ചത്. കർമ്മേലിൽ നിന്ന് ഹോരേബ് വരെ, കർമ്മേലിൽ നിന്ന് മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ഇരുന്ന് ജീവനും അഭിഷേകവും ന്യായപ്രമാണവും വചനവും പ്രാപിച്ച പർവ്വതത്തിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. ഓടിക്കോന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഒന്ന് തിരിച്ചു പോകാമോ ദൈവസന്നിധിയിലേക്ക്? ആ ഹോരേബിലേക്കൊന്നും മടങ്ങിപ്പോകാമോ? ആ ഹോരേബിൻ്റെ അനുഭവത്തിലേക്കൊന്നും മടങ്ങിപ്പോകാമോ? ചില ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആ ദൈവ സാന്നിധ്യത്തിലേക്കൊന്നും മടങ്ങിപ്പോകാമോ? മോശയോട് മുഖാമുഖമായി സംസാരിച്ചതുപോലെ ഏലിയാവിനോടും മുഖാമുഖമായി സംസാരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പിന്നെ നമ്മൾ കാണുന്നത്. അവനോട് പറഞ്ഞു, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നീ പോ, നിന്നെക്കുറിച്ച് വലിയൊരു ദൂതുണ്ട്. മോശയെ താഴ്വരയിലേക്ക് അയച്ചതുപോലെയാണ് ഹോരേബിൽ നിന്ന് ഏലിയാവിനെ ദൈവം മടക്കി അയക്കുന്നത്. പകൽക്കാലം അശേഷമുള്ളവർ ഉറങ്ങുന്നത് പോലെ ഏലിയാവെ നിനക്കുറങ്ങാൻ പറ്റുകയില്ല. അവർ അധൈര്യപ്പെട്ട് കിടന്നുറങ്ങും. യാക്കോബ് പോയതുപോലെ ആ ദൈവസാന്നിധ്യം അറിയാതെ കിടന്നുറങ്ങുന്നവരുണ്ട്. അധൈര്യപ്പെട്ട് വെല്ലുവിളികളുടെ മുമ്പിൽ, ഭീഷണികളുടെ മുമ്പിൽ ഭയപ്പെട്ട് കിടന്നുറങ്ങുന്നവരുണ്ട്. എന്നെയും നിങ്ങളെയും അതിനെല്ലാം വിളിച്ച് ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളുടെ മുമ്പിൽ അധൈര്യപ്പെടുത്ത് മടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ, ഹോരേബിലേക്കൊന്ന് നടക്ക്, ഹോരേബിലേക്കൊന്ന് നടക്ക്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഒന്ന് ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. വാക്ക് ബാക്ക് ടു ഹോരേബ്. അവിടെ ചില അനുഭവങ്ങൾ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. തീ കത്തുന്ന അനുഭവം അവിടെ ഉണ്ട്. ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു അനുഭവം അവിടെ ഉണ്ട്. ദൈവം മുഖാമുഖമായി സംസാരിക്കുന്ന അനുഭവം അവിടെ ഉണ്ട്. ന്യായപ്രമാണം നിന്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകമേൽ എഴുതി തരുന്ന ഒരു അനുഭവം ഹോരേബിൽ വെച്ചിട്ടുണ്ട്. നിന്റെ മുന്നോട്ടുള്ള ശുശ്രൂഷയെക്കുറിച്ച് നിന്നോട് സ്പഷ്ടമായി സംസാരിക്കുന്ന ഒരു ദൈവിക അനുഭവം ഹോരേബിലുണ്ട്. വാക്ക് ബാക്ക് ടു ഹോരേബ്. അധൈര്യത്തിൽ കിടന്നുറങ്ങരുത്. ശേഷമുള്ളവരെ പോലെ ഉറങ്ങരുത്. കാലം സമീപിച്ചിരിക്കുക, സമയം വിവേചിച്ചോടാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അവിടെ ഉറങ്ങിപ്പോയ വേറൊരു ദൈവമനുഷ്യനെ കാണാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ജോന ചാപ്റ്റർ 1, 5 and 6. കപ്പൽകാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനായോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പലിലുള്ള സകല മനുഷ്യരും പ്രാണഭയത്തിലായി നിലവിളിക്കുന്ന സമയം, താൻ്റെ ദൈവങ്ങളോട് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഇവൻ സാധാരണക്കാരനല്ല കേട്ടോ, വലിയ വിളിയുള്ളവനാണ്. നിനവേക്കാരോട് ന്യായവിധിയെക്കുറിച്ച് വിളിച്ചു പറയുവാൻ അയക്കപ്പെട്ട
വിളിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് യോന എന്നുള്ളത് ഓർക്കണം. പക്ഷേ എന്താ ഇപ്പോൾ സംഭവിച്ചത്? ഹി വാസ് സ്ലീപ്പിംഗ് ഇൻ ഡിസൊബീഡിയൻസ്. അനുസരണക്കേടിൻ്റെ ഒരുറക്കമുണ്ട്, അധൈര്യത്തിൻ്റെ ഒരു ഉറക്കമുണ്ട്, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ, ദൈവസാന്നിധ്യം തിരിച്ചറിയാത്ത ഒരു ഉറക്കമുണ്ട്, അനുസരണക്കേടിൻ്റെ ഒരു ഉറക്കമുണ്ട്. ദൈവവേദനയിലെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഒരു വചനത്തിൻ്റെ അനുസരണക്കേട് നിന്നെ ഒരു ആത്മീയ, ഇറ്റ് വിൽ ലീഡ് യു ടു എ സ്പിരിച്വൽ സ്ലംബർ, ഒരു ആത്മീയ ഉറക്കത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവസഭ ഉറങ്ങിയിരിക്കുകയാണോ? ആമേൻ. അനുസരണക്കേട് പരിശോധിച്ചോണം. യോനയോട് പറഞ്ഞു, യോനയെ നീ എഴുന്നേറ്റ് നിനവയിലേക്ക് പോ. അനുസരണം കെട്ടവൻ അവൻ നേരെ തർശീസിലേക്ക് പോയി. ഈ തർശീസിലേക്ക് അനുസരണക്കേടിൽ പോകുന്നവൻ ഈ കടൽ മുഴുവൻ ഇളകിയിട്ടും ലോകം മുഴുവൻ ഇളകിയിട്ടും ഒരു കൂസലും ഇല്ലാതെ കിടന്നുറങ്ങുക. ഈ അനുസരണക്കേടിൽ ഉറങ്ങുന്നവനെ ഉണ്ടല്ലോ, പലതും ഒന്നും ബാധിക്കുകയില്ല. ലോകം മുഴുവനും ഇളകിയാലും അവൻ ഒരു കൂസലും ഇല്ലാതെ കിടന്നുറങ്ങിക്കളയും. പലപ്പോഴും ആത്മീയജീവിതത്തിൽ ഇത് സംഭവിക്കും. ദൈവമക്കൾ, അനുസരണക്കേടിൻ്റെ ഉറക്കം ബാധിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. അവൻ്റെ പ്രത്യക്ഷതയുടെ ടിക്കറ്റ് പോകും. അനുസരണക്കേടിൻ്റെ ഉറക്കം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരരുത്. അനുസരണമാണ് നല്ലത്. ഈ യോനയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അവൻ അനുസരണക്കേടിൽ പോയി ആ കപ്പലിൻ്റെ അടിത്തൊട്ടിൽ നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ആളുകൾ ചെന്ന് അവനെ വിളിക്കുന്നത്, ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ഓ സ്ലീപ്പർ, അവൻ്റെ പേര് പോലും അറിയുകയില്ല. ഇന്നത്തെ പോലെ റെയിൽവേ റിസർവേഷൻ ചാർട്ടിൽ പേരടിക്കുന്ന പോലെ പേരൊന്നും കപ്പലിലില്ല. ടിക്കറ്റ് എടുത്തങ്ങ് അകത്ത് കയറി അടുത്തട്ടി ചെന്ന് കിടന്ന് ഉറങ്ങി. അവൻ്റെ പേര് പോലും കപ്പൽക്കാർക്ക് ആർക്കും അറിയില്ല. അവനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? സ്ലീപ്പർ. സ്ലീപ്പർ, ഉറങ്ങുന്നവനെ എന്നാണ് അവനെ വിളിക്കുന്നത്. നീ ആരാ? നീ ഏതാ? നീ എവിടുന്ന് വരുക? നീ എങ്ങോട്ട് പോവുക? ദൈവമക്കളെ, പല വിശ്വാസികളുടെയും പേര് സ്ലീപ്പർ എന്നാണ്. സ്ലീപ്പിംഗ് ഇൻ ഡിസൊബീഡിയൻസ്, അനുസരണക്കേടിൽ കിടന്നുറങ്ങുകയാണ്. പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് ശേഷമുള്ളവരെ പോലെ അനുസരണക്കേടിൽ കിടന്നുറങ്ങരുത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-ാം വാക്യം, മാത്യു ചാപ്റ്റർ 26 ആൻഡ് വേഴ്സ് 40. ഉറങ്ങിപ്പോയ വലിയ വിളി ഉണ്ടായിരുന്ന വേറെ ചില ആളുകളെ നമുക്ക് കാണാം അവിടെ. ഈ ആളുകളെല്ലാം അവരുടെ ഉറക്കത്തിൻ്റെയൊക്കെ ഇതൊക്കെ സിംബോളിക്കാണ് കേട്ടോ, അടയാളങ്ങളാണ്. നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങളുണ്ട്. ഇവരൊക്കെ വലിയ വിളി ഉണ്ടായിരുന്നവർ, വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് ദൈവം കണ്ടിരുന്ന ആളുകളാണ്. മാത്യു 26:40. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. ശിഷ്യന്മാർ ഇവിടെ ഉറങ്ങുന്നത്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ശിഷ്യന്മാർ 12 പേര്, യേശുവിനോട് കൂടെ നടക്കാൻ വിളിക്കപ്പെട്ടവരിൽ ഉള്ളതിൽ കൊള്ളാകുന്ന 3 പേര്, ഉത്സാഹികളെന്ന് തോന്നിയവർ, ഒരുക്കമുണ്ടെന്ന് തോന്നിയ 3 പേര് ഗെത്സമനയിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചേച്ച് പോയി. പക്ഷേ നാം വായിക്കുന്നത്, അവർ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം പ്രാർത്ഥനയിൽ മടുത്തു പോയിട്ട്, സ്ലീപ്പിംഗ്, ഫെയിൻറ്റിങ് ഇൻ പ്രെയർ, പ്രാർത്ഥനയിൽ മടുത്തു പോയിട്ട് ഉറങ്ങിപ്പോയി. ഈ ഉറക്കം എന്നെയും നിങ്ങളെയും ബാധിക്കരുതേ. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. പ്രാർത്ഥനയിൽ മടുത്തു പോയിട്ട് ഉറങ്ങുന്ന ഒരു സമൂഹമുണ്ട്. ശേഷമുള്ളവരെ പോലെ നാം ഉറങ്ങരുത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണിത്. ഒരുക്കം പ്രാപിക്കേണ്ട കാലഘട്ടമാണിത്. ഈ 3 ശിഷ്യന്മാർ ഗെത്സമനെ തോട്ടത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവർ പ്രാർത്ഥനയിൽ മടുത്തുപോയി, പ്രാർത്ഥനയിൽ ക്ഷീണിച്ചുപോയി, പ്രാർത്ഥനയുടെ ഉത്സാഹം പോയി. അവർക്ക് ആ മടുപ്പ് ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. കർത്താവ് പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം ബലഹീനമാ, മടുത്തു പോകരുത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 9-ാം വാക്യത്തിൽ വേറൊരു മനുഷ്യനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 20 ആൻഡ് വേഴ്സ് 9. പൗലോസ് വളരെ നേരം സംഭാഷിക്കയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്നും താഴെ വീണു. യൂത്തിക്കോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ ആ 3-ാം തട്ടിൽ കയറിയിരുന്ന് പൗലോസ് പാതിരാവരെ പ്രസംഗം നീട്ടി വലിയ ശുശ്രൂഷകൾ നടക്കുകയാണ്. എല്ലാവരും ഉണർന്നിരുന്ന് ആ ശുശ്രൂഷ രാത്രിയിൽ കർത്തൃമേശയൊക്കെ നടക്കുകയാണ്, അപ്പം നുറുക്കുകയാണ്. അവൻ അവിടെ ഇരുന്ന് സ്ലീപ്പിംഗ് ഇൻ നെഗ്ലിജൻസ്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നും പറഞ്ഞ് അവൻ സുഖമായിട്ട് 3-ാം തട്ടിലിരുന്ന് ഉറങ്ങുകയാണ്. ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ അലക്ഷ്യമായി ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ നീ ഉറക്കത്തിലാ ദൈവവേദലേ. പ്രാർത്ഥനയിൽ മടുത്തിരിക്കുന്ന അനുഭവമാണെങ്കിൽ നീ ഉറക്കത്തിലാ ദൈവവേദലേ. അതുപോലെ അനുസരണക്കേടിലാണ് നടക്കുന്നതെങ്കിൽ നീ ഒരു ഉറക്കത്തിലാണ്, അധൈര്യത്തിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നീ ഒരു ഉറക്കത്തിലാണ്. ദൈവശബ്ദം കേൾക്കാതെ, ദൈവസാന്നിധ്യം അറിയാതെയാ ജീവിക്കുന്നതെങ്കിൽ ശേഷമുള്ളവരെ പോലെ ഉറങ്ങുക. നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങരുത്. 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. സൗണ്ട് മൈൻഡ്,
ഉണർന്നും സുബോധമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ 4-5 കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് എവിടെയൊക്കെ വീഴ്ചയുണ്ട്, ഉറക്കം ബാധിച്ചിട്ടുണ്ട്, അതൊക്കെ ചില എക്സാമ്പിൾസ് പറഞ്ഞതാണ്. അതിൽ നിന്ന് നാം പുറത്തു വന്നേ പറ്റുകയുള്ളൂ, ഉണർന്നേ പറ്റുകയുള്ളൂ. ഏലിയാവിനെ ദൈവം ഉണർത്തി, യാക്കോബിനെ ദൈവം ഉണർത്തി, യോനായെ ഉണർത്തി, ശിഷ്യന്മാരെ ഉണർത്തി, യൂത്തിക്കോസിനെയും ഉണർത്തി, ജീവൻ തിരിച്ചു കൊടുത്തു. ഇതുപോലെ ഒന്ന് ഉണരണം. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവരും കൂടെയാണ് കേട്ടോ. അവർ ഉറങ്ങിയെന്ന് മാത്രമല്ല, അവരുടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് ദൈവം പിന്നീട് അവരെ കൊണ്ട് വലിയ കാര്യങ്ങൾ, ഇതുപോലെ എനിക്കും നിങ്ങൾക്കും ഒരു ഉണർവ് ആവശ്യമാണ്. ഈ ഉറക്കത്തിൽ നിന്നൊന്ന് ഉണരണം. ഇങ്ങനെ നമ്മെ ബാധിച്ചിരിക്കുന്ന സകല ഉറക്കത്തിൽ നിന്നും ഒന്ന് ഉണരണം. ഏലിയാവ് അവിടെ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങി. ആ ഉറക്കം അങ്ങനെ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ അവനെക്കുറിച്ചുള്ള ശേഷിക്കുന്ന ശുശ്രൂഷയും നടക്കുകയില്ലായിരുന്നു, മരണം കാണാതെ എടുക്കപ്പെടാന്നുള്ള വിളിയും നടക്കുകയില്ലായിരുന്നു. ഇസബേൽ താമസിയാതെ അവനെ ഇല്ലാതാക്കുമായിരുന്നു. പക്ഷേ ദൂതൻ അവനെ തട്ടി ഉണർത്തി. ഇനി അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരാം. നാമും പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അവിടെ 3 കാര്യങ്ങൾ ധരിക്കണം. ആ 3 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. 3 വാക്കുകൾ അണ്ടർലൈൻ ചെയ്തോണം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 13-ാം വാക്യം പറയുന്നത് നമുക്കറിയാമല്ലോ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം. ഈ 3 ധരിച്ചോണം. പുട്ട് ഓൺ ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്. ഈ 3 കാര്യങ്ങൾ ധരിച്ചോണം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊരു കവചം പോലെ കർത്താവിനെ എതിരേൽപ്പാൻ, അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കൾ ധരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3 മനുഷ്യപുത്രൻ്റെ വരവിൽ കണ്ടെത്തുമോ എന്നാണ് കർത്താവ് ചോദിച്ചത്. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അധർമ്മം പെരുകിയിട്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. വിശ്വാസവും സ്നേഹവും ഇല്ലെങ്കിൽ ഇതിൻ്റെ നടുക്ക് പ്രത്യാശയും ഇല്ല. അവൻ്റെ മടങ്ങിവരവിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിക്കുന്ന പരിഹാസികളുണ്ടാകും. ഇത് 3 അവസാന കാലത്തിൻ്റെ ലക്ഷണമാണ്. വിശ്വാസം പോകും, പ്രത്യാശ പോകും, സ്നേഹം പോകും. ദൈവമക്കളെ ഉണർന്നില്ലെങ്കിൽ ഈ വലിയ പ്രസംഗങ്ങളും തട്ടിക്കൂട്ടുകളൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് 3 അങ്ങ് പോകും. ഇതാണ് ടിക്കറ്റ്. അകത്ത് കയറാനും രക്ഷ പ്രാപിക്കാനുമുള്ള ടിക്കറ്റ് ഈ 3 കാര്യങ്ങളുണ്ടായിരിക്കണം: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് കൈമോശം വന്നാൽ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പങ്കില്ലാതെയായി പോകും. ഇനി ഒരു കാര്യം എഴുതിയിരിക്കുന്നത്, അപ്പോൾ 1, നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങരുത്. ഉറങ്ങുന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു. 2, നാം ഉണർന്നും സുബോധം പ്രാപിച്ച് ഇരിക്കണം. ഈ ഉറങ്ങിയവരെല്ലാം ഉണർന്ന് എഴുന്നേറ്റ് ശിഷ്യന്മാരുൾപ്പെടെ, ആ 3 ശിഷ്യന്മാരുൾപ്പെടെ ഉണർന്നിട്ട് അവർ പിൽക്കാലത്ത് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടു. 3-ാമത്തെ കാര്യം, നാം ധരിക്കേണ്ടതായ വിഷയം വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3 ധരിച്ചോണം. 4-മതൊരു കാര്യം 11-ാം വാക്യം, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവിൻ. എൻകറേജ് വൺ അനദർ ആൻഡ് എഡിഫൈ വൺ അനദർ. അന്യോന്യം എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. നെഹമ്യാവിൻ്റെ കാലത്ത് ആലയം പണിയുവാൻ അവർ ചെയ്ത കാര്യം അതാണ്. അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. ആകയാൽ നാം എഴുന്നേറ്റ് പണിയുക. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. നമ്മൾ അന്യോന്യം സംസാരിക്കുന്നത് വേർഡ്സ് ഓഫ് എൻകറേജ്മെൻ്റ് ആയിരിക്കട്ടെ, അന്യോന്യം ധൈര്യപ്പെടുത്തുന്ന വാക്കുകളായിരിക്കട്ടെ. ഇതൊക്കെ വളരെ പരിശോധിക്കപ്പെടുന്ന വിഷയമാണെന്നുള്ള കാര്യം മറക്കരുത്. അതുപോലെ ആത്മീയ വർധന വരുത്തുന്നതായിരിക്കട്ടെ. മറ്റൊരാൾക്ക് ആത്മീയ വർധന വരുത്തുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിനും വാ തുറക്കരുത്. ഇത് പറയാനുള്ള, ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം അത് അവസാനിപ്പിക്കുമ്പോഴും പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോഴും കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോഴും ആവർത്തിക്കുകയാണ് ഈ കാര്യങ്ങൾ. 4:18 വായിച്ച 1 തെസ്സലോനിക്കർ 4:18. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. കംഫർട്ട് വൺ അനദർ. അപ്പോൾ അന്യോന്യം ആശ്വസിപ്പിക്കണം, അന്യോന്യം ധൈര്യപ്പെടുത്തണം, അന്യോന്യം ആത്മീയ വർധന വരുത്തണം. എബ്രായ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ഈ നാൾ സമീപിക്കുന്നു, ആ സീസൺ അടുക്കുന്നു എന്ന് കാണുമ്പോൾ ഇത് വർദ്ധിച്ച് അധികം ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ നാളുകളിൽ
അന്യോന്യം ധൈര്യപ്പെടുത്തുന്നതും അന്യോന്യം ആത്മീയവർദ്ധന വരുത്തുന്നതും അന്യോന്യം പ്രബോധിപ്പിക്കുന്നതുമായ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാം. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടതായ വിഷയമാണ്. ബാക്കിയുള്ളതൊന്നും അല്ല, നമ്മളെ എങ്ങും കൊണ്ട് എത്തിക്കത്തില്ല ദൈവമക്കളെ. നിത്യതയിൽ കടക്കണോ, അവൻ്റെ പ്രത്യക്ഷതയിൽ പങ്കുകാരാകണമോ, നാം ഇത് പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 24 and 25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിക്കണം. സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അന്യോന്യം സൂക്ഷിക്കണം. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായിട്ട് ചെയ്യണം. എൻകറേജ് വൺ അനദർ, എഡിഫൈ വൺ അനദർ, കംഫർട്ട് വൺ അനദർ. ഈ നാളുകൾ നമുക്കതിനു വേണ്ടി സമർപ്പിക്കാം. ഈ കാര്യങ്ങളാണ് ഈ നാളുകളിൽ നാം ചെയ്യണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ? കർത്താവിൻ്റെ പ്രത്യക്ഷത, കർത്താവിൻ്റെ ദിവസം. കഴിഞ്ഞ മാസം നമ്മളിത് പഠിച്ചു. അതിൻ്റെ ശേഷിക്കുന്ന കാര്യങ്ങൾ പൗലോസിൻ്റെ പ്രബോധനമാണ് ഈ മാസം നമ്മൾ ശ്രദ്ധിച്ചത്. ഈ നാളുകളിൽ നമ്മുടെ മുമ്പിൽ സമയം എത്ര കാലമുണ്ട് എന്ന് നമുക്കറിയുകയില്ല. ദൈവം ദീർഘക്ഷമയോടിരിക്കുന്നത് നമ്മുടെ ഒരുക്കത്തിന് വേണ്ടിയാണ്. നാം ഈ പെട്ടകത്തിൽ എങ്ങനെയും കടന്ന് ആ നിത്യതയിൽ കടന്നേ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത്. നമുക്ക് ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം.